എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നോൺ കോണ്ടാക്ട് ആയിട്ട് ഏറെ നാളായി. പക്ഷെ അവർ ഇന്നും നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയുണ്ടോ? അതോ അവർ മുന്നോട്ട് പോയോ? ഇന്ന് നമുക്ക് ഈ ടാരോ റീഡിങ്ങിലൂടെ അതിന്റെ ഉത്തരങ്ങൾ അറിയാം. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് ഇവിടെ നമ്മൾ 3 കാർഡുകൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാം. യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന സന്ദേശം എന്താണെന്ന് കേൾക്കാം. ഇപ്പോ നിങ്ങൾ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം. ആദ്യത്തെ കാർഡ് 1 ചൂസ് ചെയ്തവർക്ക് ദ ചാരിയറ്റ് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ഒരു ഇമോഷനിലൂടെ അല്ല. അവരുടെ ഇപ്പോഴത്തെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ആ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഒരു പ്രേരണയായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധം അവരുടെ ഉള്ളില് ശക്തിയും ലക്ഷ്യബോധവും ഒക്കെ ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്, പക്ഷെ അത് മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. ആൾക്കത് രണ്ടാമതും പുറത്തെടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഉള്ളിലുണ്ട്. ഇനി രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് എംപ്രസ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏറെ സ്നേഹത്തോടെയും ആകർഷണത്തോടെയും ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവങ്ങളും ആ നിമിഷത്തിന്റെ നിങ്ങളെ ഒന്നിച്ച് ചെലവഴിച്ചത് ആ നിമിഷത്തിന്റെ സൗന്ദര്യമൊക്കെ ഇപ്പോഴും അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഇന്നും നിങ്ങൾക്കൊരു വാം സ്പേസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഫുൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തി ചിലപ്പോഴെങ്കിലും നിങ്ങളെ ഓർക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വളരെ ലളിതമായോ അല്ലെങ്കിൽ കളിയോടെയൊക്കെയാണ് അത് ആ ഓർമ്മകൾ ഇപ്പോൾ അവർ കാണുന്നത്. അവർ പുതിയ തുടക്കങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളൊരു മധുരമുള്ള ഓർമ്മയായി നിലനിൽക്കുന്നില്ല. ഹൃദയത്തിൽ വേദനയുമില്ല, പകരം ഒരു ചിരി മാത്രമേ ഉള്ളൂ. ആള് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയരെ, ഇന്നത്തെ കാർഡ് റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാർഡ് 1 ചൂസ് ചെയ്തവരുടെ വ്യക്തി അവരെ ഓർക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തെക്കാളേറെ ബുദ്ധിയിലാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ആൾ ഓർക്കുന്നത്. നിയന്ത്രിക്കേണ്ടത് എവിടെയാണെന്നൊക്കെ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ആള് പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാർഡ് 2 ചൂസ് ചെയ്തവര് അവരുടെ വ്യക്തി തീർച്ചയായും നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തേർഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു ഭാരം അവരുടെ മനസ്സിലില്ല. ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.